ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണോ? ആ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചാൽ 30 മെയിൻ്റെ ആക്കാതെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങും കേട്ടോ. കൊച്ചാ, ഈ പെട്ടിക്കെട്ടിനെ കുറിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയണ്ടോ? ക്യാമറ ഉണ്ടായതുകൊണ്ടാട്ടോ നിഷ്കോയി അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ അവന് പലതും പറഞ്ഞേനെ. ഫാത്തിമ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നാട്ടിൽ പോകണം. ഒന്നും നോക്കിയില്ല, നാട്ടിൽ പോയിട്ട് വന്നാലോ. സർപ്രൈസ് വിസിറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്താണ് എല്ലാം തീരുമാനമായത്. എന്താ പെട്ടിക്കെട്ടിൽ വരെയായി. ഉറക്കം വരണമൊന്നുമില്ല, എന്നാലും ഫോർമാലിറ്റിക്ക് ഒന്ന് കിടക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ. എന്താവും നാളെ പോലെ പ്രതികരണം പറയാതെ ചെല്ലല്ലേ. ഈ അമ്മിമോളിങ്ങനെ പോകാൻ മുട്ടി നിൽക്കാതുകൊണ്ട് തന്നെ ഓക്കെ യാത്ര പറയാനോ അവ കൊടുക്കാനൊന്നും സമയമില്ല കേട്ടോ. സമയം ഏകദേശം 7 മണിയായി. കുറച്ച് ലേറ്റായി. ഞങ്ങൾ 6:45 ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. സാരമില്ല, നമുക്ക് സെറ്റാക്കാം. ദമാം എന്നാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂറോളം ഉണ്ട് എയർപോർട്ടിക്ക്. എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഒരു സർപ്രൈസ് ആയിട്ടൊക്കെ പോകണത്. വണ്ടി കയറി അമ്മിമോൾ നല്ലൊരു ഉറക്കമുറങ്ങി. ഞാനൊരു പറച്ചിൽ പറഞ്ഞത് ഓളങ്ങോട്ട് നെട്ടി ഉണർന്നു. നോക്കി കേട്ടോ. ഓളൊരു ഒട്ടക ഫാൻ കേട്ടോ. അതാണ് ഒട്ടക എന്ന് പറഞ്ഞതും. നല്ല ഉറക്കത്തിലായിരുന്നു മുപ്പത്തേര് ചാടി നീറ്റത്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഒട്ടകമുണ്ട്. ഓക്കാണ് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. സോ ഞാൻ കുറച്ച് മുന്തിരി കഴിക്കി എഴുതിയിട്ടുണ്ടായിരുന്നു, അത് എടുത്തു. റോട്ടിൽ പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല. ഈ മണലാരിനെ മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ബാക്കിലിരിക്കുമ്പോൾ ഇക്കനെ പെച്ചാന്ന് പറഞ്ഞ പോലെ ഈ അമ്മിമോള് ഫ്രണ്ടിലിരിക്കുമ്പോൾ ബാഗ് കയറണം, ബാക്കിലിരിക്കുമ്പോൾ ഫ്രണ്ടിൽ പോകണം. ഞങ്ങൾ കാക്കുമാരെടുത്ത് പോവാണ് ഗൈസ്. ആരെങ്കിലും പോരണോ? കാക്കുമാരെടുത്ത് പോവല്ലേ? ശരിക്കും പോകണ്ടോ? എയർപോർട്ടിന്റെ അടുത്തുള്ള പാർക്കിങ്ങിൽ വണ്ടി സൈഡാക്കി. പക്ഷെങ്കിൽ റിയാദത്തെ എയർപോർട്ട് കണ്ടു വന്ന് നമുക്ക് ദമാം ഒരു അത്ഭുതമായിരുന്നു. കാര്യം ഇവിടെ പ്രത്യേകിച്ചൊന്നും തിന്നാൻ കിട്ടാനൊന്നുമില്ല. ലാസ്റ്റ് യാമിമോ കൊണ്ടുവന്ന കഞ്ഞി ഞാനും യാമിമോളും വയറ് നിറച്ച് കുടിക്കാനേ വന്നു. ഞങ്ങൾ എവിടെ ലോങ് ഡ്രൈവ് പോവാണെങ്കിലും ഇങ്ങനെ ഒരു ഫ്ലാസ്കിൽ കഞ്ഞി ഉണ്ടാവും കേട്ടോ. കയ്യിൽ കുറച്ച് ഉപ്പും. ഫ്ലൈറ്റിന് 3 മണിക്കൂർ സമയം ബാക്കി നിൽക്കെ ഞങ്ങൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കാര്യം എന്താ വെച്ചാൽ മൂപ്പര് പോരുന്നില്ലെങ്കിലും നമ്മളെ കൂടെ ഉള്ളിൽ കയറി ആ സാധനങ്ങളൊക്കെ ലഗേജ് തൂക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി പറ്റുട്ടോ. അതുകൊണ്ട് നമുക്ക് കുറേ ടെൻഷൻ ഫ്രീ ആണ്. അപ്പോൾ ലഗേജ് ഹാൻഡിൽ ചെയ്യാനൊക്കെ സുഖമാണ്. ദമാമിൽ എയർപോർട്ടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തു. നല്ല ശാന്തസുന്ദരാണ്, അധികം ആൾക്കാരൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ട്രോളി ബാഗിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ചുറ്റി കൊടുക്കുന്നൊരു കാര്യമില്ല. ബോക്സൊക്കെ വീണ്ടും അവരൊന്നും കൂടി പിങ്ക് കളർ ചുറ്റിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. ഹസ്ബൻഡ് കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ ടെൻഷനേ വരുന്നില്ല കേട്ടോ. ഒക്കെ മൂപ്പര് ഡീൽ ചെയ്തോളൂ. നമ്മളിങ്ങനെ ഒരാളായിട്ട് നിന്നാൽ മതി. ലഗേജൊക്കെ സെറ്റ് ചെയ്യുന്ന അൽഹംദുലില്ലാ നേരെ പോയത് മക്ഡൊണാൾഡ്സിക്കാണ്. ഒരു സാൻഡ്വിച്ച്, ഒരു കോഫിയൊക്കെ കുടിക്കാൻ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഈ അമ്മിയോട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താ പപ്പനോട് യാത്ര പറയാനുള്ള നേരമായി. ഫോട്ടോ എടുത്തോട്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി അറിയണം കേട്ടോ. ഇങ്ങനെ പപ്പനോട് യാത്രയും പറഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞതാ. ഞങ്ങൾ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ഉല്ലസിച്ച് നടക്കാട്ടോ. കാരണം ഒരുപാട് സമയം ഇനി ബാലൻസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ. ബോർഡിംഗ് പാസിന്റെ 2 ഫോട്ടോ എടുത്ത് ഫ്ലൈറ്റ് കാണുന്ന രീതിയിൽ ഇരുത്താൻ സെറ്റ് ചെയ്തു കേട്ടോ. എപ്പോഴും ഫ്ലൈറ്റ് യാത്രയിൽ കാര്യങ്ങൾക്ക് പരിചയപ്പെടലുണ്ട്. അതുപോലെ എമിഗ്രേഷന് പരിചയപ്പെട്ടൊരു കാക്കി നല്ല ഉഷാറ് കാക്കട്ടോ. എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ എടുക്കാ നാട്ടിക്കോ? നാട്ടിലാരാ? യാമിമോ കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് കയ്യിലുണ്ടായിരുന്നു. ഇത് പഴമാണ്. പിന്നെ ഫ്ലൈറ്റ് കാണുന്ന രീതിയിലുള്ള ഇരുത്തി സെറ്റ് ആക്കിയാണ്ട് ഫുഡ് കഴിക്കാൻ കൊടുക്കുകയാണ്. അവിടെ ഒരുപാട് വണ്ടികളും ആൾക്കാരെ കാണുമ്പോൾ ഓക്കെ എന്റർടൈൻമെന്റ് അല്ലേ. അപ്പോഴത്തെ സ്റ്റെയർ കയറി ഓടിപ്പോകുന്ന ഒരാളെ കാണാനുണ്ടോ? അത് ഫ്ലൈനാസ് എടുക്കാനായിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിലൊരാൾ മിസ്സിംഗ് ആണ്. അയാളെ തേടിയിട്ടാണ് ട്രെയിൻ നടക്കുന്നത്. ഞങ്ങളെ ക്യൂതാ ഈ ഭാഗത്താണ്. ഞാൻ പിന്നെ എപ്പോഴും ലാസ്റ്റേ കയറാറുള്ളൂ. സോ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഫ്ലൈറ്റ് കയറിയല്ല എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അമ്മിമോൾ പിടിച്ചാൽ കിട്ടില്ല. അവൾ സ്വയം പര്യാപ്തമൊക്കെ നേടി ഒറ്റ ഓട്ടേക്കാരം മുന്നോട്ട് ഓടി നടക്കെങ്കിലും ഇടയ്ക്കിടക്കൊന്ന് തിരിഞ്ഞു നോക്കൂട്ടോ. ഞാൻ കൂടെ തന്നെ ഇല്ലേ? ഒരു സംശയമുണ്ട് മുപ്പത്തിർക്ക്. ഞാനും യാമിയാണ് കേട്ടോ ലാസ്റ്റ് യാത്രക്കാർ. സോ ഞങ്ങളും കൂടി കയറിയാൽ വണ്ടി അടിച്ച് പോവാലോ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നുന്നുണ്ട്. മുപ്പത്തിരി ഓടി ചെന്ന് ഹോളെ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ടോള് പറയുന്നത് ദേ അപ്പുറത്ത് മമ്മ ഫ്ലൈറ്റ് ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്ന്. ഇത് ഫ്ലൈറ്റ് ആയിട്ടുള്ള അംഗീകരിച്ചിട്ടില്ല. അപ്പുറത്ത് കാണുന്നതാണ് ഫ്ലൈറ്റ് എന്നാണ് പറയണത്. आपकी सुरक्षा सबसे
यदि आप अनुभवी यात्री हैं, एक सुरक्षा निर्देश सुरक्षा जैकेट में हवा भरें। यदि आप ओवरविंग द्वार से बाहर निकल रहे हैं, all the children and passengers to return their seated passenger seatbelt. Thank you. അങ്ങനെ അൽഹംദുലില്ലാ ഫോർമാലിറ്റീസ് കഴിഞ്ഞതാ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഓക്കെയാണ്, പക്ഷേ എങ്കിൽ സീറ്റ് ബെൽറ്റ് അലർജിയാണ്, അതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. ഫ്ലൈ ചെയ്യുമ്പോൾ പുറത്തത്തെ വ്യൂ ഒന്ന് കണ്ടാലോ, ഇതാണ് കേട്ടോ വ്യൂ. ഫുൾ ഇങ്ങനെ മേഘങ്ങൾ കൂടെ പോകുന്ന പോലെ ഫീൽ ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല. ഇത് ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കണ്ടായിരുന്നു ഉള്ളിലേക്ക്, അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ നന്നായി ഒന്ന് ഉറങ്ങി നീറ്റ് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിട്ടത് സമയം ഏകദേശം രാത്രി ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. നല്ല സൂര്യാസ്തമയ ശോഭയൊക്കെയാണ് കാണുന്നത്. ഉറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. യാമിമോളെ കാത്തു നിർക്കാറില്ല, ഞാൻ ആ ബർഗർ എടുത്ത് കഴിച്ചു കേട്ടോ. പൊതുവേ ഫ്ലൈറ്റിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യില്ല, പോരുമ്പോൾ കയ്യിലിങ്ങനെ പിടിച്ചിട്ടാണ് വരില്ല. കാരണം പരിചയമില്ലാത്ത ഫുഡ് ആകുമ്പോൾ ഈ വരുന്ന വല്ല അസ്വസ്ഥ വന്ന് ഇടങ്ങാറായാലോ. സോ അതാ നമ്മളിതാ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട്. യാമിമോൾ കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ട് ഈ ഗ്ലാസ്സിലൊക്കെ ആകെ എന്തൊക്കെയാണ് ആയിന് കേട്ടോ. സോ ശരിക്കും വ്യൂ ഒന്നുമില്ല. കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയപ്പോൾ പപ്പനെ തരികയാണ്. ഇവിടെ പപ്പനെ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ എന്ന്. പപ്പ അല്ല വരിക, ഉമ്മയാണ് വരിക. അപ്പോൾ ഒക്കെ ഭയങ്കര എക്സൈറ്റഡ്, അതിൻ്റെ സന്തോഷമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ തങ്ങളും ഞാൻ MIT മ്യൂസിയത്തെ പാത്തൂനെ അവിടെ വെച്ച് കണ്ടു കേട്ടോ. ഫോൺ റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എയർപോർട്ടിൽ സർവീസ് ഉണ്ടോ, 00 കൂട്ടി അടിച്ചാൽ നമുക്ക് അതിന് ആരെ വേണമെങ്കിലും വിളിക്കാം. ലഗേജ് കിട്ടാൻ സമയമെടുക്കും. സോ യാമിമോളെ ഫ്രഷ് ആക്കണം, അതിന് വേണ്ടി ബേബി കെയർ റൂമിൽ പോയിട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ലോഷൻസും കാര്യങ്ങളും നല്ല ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. സുന്ദരി ആയിട്ടുണ്ട്. കണ്ണെഴുതി നോക്കട്ടെ, കണ്ണൊക്കെ എഴുതിയിട്ട് ഞങ്ങള് വലിയ കുട്ടിയാണേ. റെഡി ആയി യാമിമോളെ ട്രോളിയിലും സെറ്റ് ചെയ്ത് ഞങ്ങൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ വെച്ച് വീണ്ടും MIT പാത്തൂനെ കണ്ടു. 30 കൂടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേനും ഞങ്ങൾ ലഗേജ് കിട്ടി, ഞങ്ങൾക്ക് പോകാനായി. കാക്കു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പുറത്തെത്തിയിട്ടുണ്ട്, ഞങ്ങൾ വരികയാണ്. ഈ കുട്ടിയും ചട്ടിയും ട്രോളിങ് ക്യാമറയൊക്കെ പാട് മാനേജ് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടാട്ടോ. അതിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിക്കുന്നുണ്ടല്ലേ, ഇതിലെവിടെയെങ്കിലും എൻ്റെ ഉമ്മയും കാക്കി ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ആ ഒരു സന്തോഷത്തിൽ പോയപ്പോൾ ഇതാകണു. അവിടുന്ന് ഉമ്മാൻ്റെ ക്ലോസപ്പ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഓൾ അവിടെ തന്നെ ഒറ്റച്ചാട്ടം ഉമ്മാൻ്റെ ഒക്കത്തേക്ക്. ഞാൻ ട്രോളി എന്തിതാ വീണ്ടും നടക്കുകയാണ്. ഈ ട്രോളി ഒന്നും എടുക്കാൻ ആരുമില്ല. ട്രോളി ഈ എടുത്തോ, കുട്ടീനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തുകൊണ്ട് കാക്കതാ നടന്നു. പിന്നെ ഒരുവിധം പറഞ്ഞ് ഞാൻ സെറ്റാക്കി ട്രോളി ഓനെ കൊണ്ട് തന്നെ ഒന്നിപ്പിച്ചു കേട്ടോ. അപ്രതീക്ഷിതമായിട്ടുള്ള വരവായതുകൊണ്ട് തന്നെ മക വരവ് ശരിക്കും റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യാമിമോള് ഭയങ്കര ഹാപ്പി കേട്ടോ. ഓള് പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല. ഓള് ഉമ്മാൻ്റെയും കാക്കാൻ്റെ അടുത്ത് മാറി മാറി നിൽക്കുന്നു. പിന്നെ ഇതാ ഫസ്റ്റേ പറഞ്ഞ് ഉറപ്പിച്ചതായിരുന്നു, കാക്കുമാനെ കണ്ടാലും ഞാനും കാക്കുമ്മയും പാടെ വണ്ടിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. അതുപോലെ തന്നെ ഓൾ പ്രവർത്തിച്ചു. സമയം ഏകദേശം 11 മണിയായിരുന്നു. നല്ല വിശപ്പ്, നല്ല കാടും നെയ്ച്ചോറും അടിച്ച് വീശി. എന്നിട്ട് നേരെ പോയി താത്താൻ്റെ വീട്ടിലേക്കാണ്. ഡോർ കടക്കി ഞങ്ങൾ വരുന്നുണ്ടെന്ന് കാക്ക വിളിച്ചറിഞ്ഞു. ഞാനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണൊക്കെ ലൈറ്റ് ഒക്കെ അടിച്ചിട്ടാണ് അവൾ ഞങ്ങളെ സ്വീകരിച്ചത്. പൊന്നിനൊപ്പം എല്ലാവരും വിളിച്ച് സർപ്രൈസ് ആക്കി. പിന്നെ നേരെ വിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക്. പിന്നെ ഓല എല്ലാവരും അവിടെ പിടിച്ചിരുത്തി കുറേ വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് കട്ടിലിൻ്റെ അടിയിൽ ഓൾ എന്തൊക്കെ എടുത്ത് വെച്ചിരുത്തേ. അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് പിന്നെയാണ് വയസ്സലാമ അവിടെ ഉറങ്ങി. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം.